ഹായ് ഓൾ, 10th കഴിഞ്ഞ കുട്ടികളോടും അവരുടെ പാരൻസിനോടാണ്. നിങ്ങൾ പല ആൾക്കാരും ഇപ്പോൾ കുറച്ച് കൺഫ്യൂഷനൊക്കെ അടിച്ചിരിക്കുന്നുണ്ടാവും അല്ലേ? 10th കഴിഞ്ഞു, ഇനി എന്താണ് ചെയ്യേണ്ടത്, എങ്ങോട്ടേക്കാണ് നമ്മുടെ മൂവ്മെൻറ്റ് പോകേണ്ടത്, ഏതെടുത്താലായിരിക്കും നമുക്ക് ഗുണം ചെയ്യുക, ഏതായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലതായിരിക്കുക എന്നുള്ള കൺഫ്യൂഷൻസൊക്കെ ചില ആൾക്കാർ പോകുന്നുണ്ടാവും. പക്ഷേ ഞാൻ പറയുന്നു, ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കൺഫ്യൂഷനാണ്. ഇതിനേക്കാളും വലിയൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഭാവിയിൽ വരാനുണ്ട്. അതായത് 12ാം ക്ലാസ് കഴിഞ്ഞാൽ, അതാ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10th കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ കുറച്ച് ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ അല്ലേ? അതായത് സയൻസിൻ്റെ കുറച്ച് കോമ്പിനേഷൻസ്, കൊമേഴ്സിൻ്റെ കുറച്ച് കോമ്പിനേഷൻസ് എക്സെട്ര. പക്ഷേ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ പ്ലെൻറ്റി ഓഫ് ഓപ്ഷൻസ് അങ്ങനെ കിടക്കുകയാണ്. ആ പ്ലെൻറ്റി ഓഫ് ഓപ്ഷൻസ് നമ്മൾ മെഡിക്കൽ വരും, എഞ്ചിനീയറിംഗ്, മറ്റു പല പാരാമെഡിക്കൽ കോഴ്സുകൾ, ഡിഫറെൻറ്റ് കോഴ്സുകളുടെ ഓപ്ഷൻസ് നമ്മുടെ മുമ്പിൽ വരികയാണ്. ആ ഡിഫറെൻറ്റ് കോഴ്സുകളുടെ ഓപ്ഷൻസിൽ തന്നെ നമ്മൾ പഠിക്കുന്ന കോളേജുകൾക്ക് പോലും എന്തുണ്ട്, വ്യത്യാസമുണ്ട്. കാരണം എഞ്ചിനീയറിംഗ് പഠിക്കാനാണ് ഒരു കുട്ടി തീരുമാനിച്ചത് എങ്കിൽ അത് IIT-യിൽ പഠിക്കുന്നതും സാധാ കോളേജിൽ പഠിക്കുന്നതും എന്താണ്, വ്യത്യാസമാണ്. ഇനി മെഡിക്കലാണ് പഠിക്കാൻ ഒരു കുട്ടി തീരുമാനിച്ചെങ്കിൽ എയിംസിൽ പഠിക്കുന്നതും സാധാ കോളേജിൽ പഠിക്കുന്നത് എന്താണ്, വ്യത്യാസമാണ്. അതേപോലെ മറ്റു കോഴ്സുകളും. അപ്പം അങ്ങനെ ഒരു വലിയൊരു കൺഫ്യൂഷൻ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വരാൻ വേണ്ടി പോകുന്നുണ്ട്. അതായത് +2 കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഇഷ്ടം പോലെ ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൽ കോളേജുകൾ പോലും എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് തീരുമാനിക്കുന്നത് എന്തായിരിക്കും, നമ്മുടെ +2ൻ്റെ മാർക്കും അതോടൊപ്പം തന്നെ എൻട്രൻസ് എക്സാമുകളൊക്കെ ആയിരിക്കും അതെന്താക്കുക, തീരുമാനിക്കുക. സ്വാഭാവികമായിട്ടും നമ്മുടെ മലയാളികൾ വിചാരിക്കുക, അതായത് ബോർഡ് എക്സാം കഴിയട്ടെ, അഥവാ +2 ബോർഡ് എക്സാം കഴിയട്ടെ എന്നിട്ടല്ലേ സാർ എൻട്രൻസ് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മളിപ്പോഴേ എന്ത് ചെയ്യണം, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം, എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ എന്നൊക്കെ നമുക്ക് എന്താക്കാനുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ജംഷീദ് സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയൂ, എന്താണ് നമ്മൾ ഇപ്പോൾ തന്നെ, അഥവാ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് 10th കഴിഞ്ഞ കുട്ടികളാണെന്ന് കാണുന്നുണ്ടാവും, ഇപ്പോൾ തന്നെ എൻട്രൻസ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ മെത്തേഡ് എന്താണ്, ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താണ് ഒന്ന് സാറ് പറയും. സാധാരണ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1 +2 ഏതെങ്കിലും സ്കൂളിൽ പോയി പഠിക്കുന്നു. അതിനോടൊപ്പം തന്നെ മോർണിംഗിലോ അല്ലെങ്കിൽ ഈവനിങ്ങിലോ കുട്ടികൾ ട്യൂഷനോ അല്ലെങ്കിൽ കോച്ചിങ് പ്രോഗ്രാമിനോ മറ്റൊരു സെൻറ്ററിൽ പോയി ജോയിൻ ചെയ്യുന്നു. ഇതുകൊണ്ട് കുട്ടികൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട്, സ്കൂളിൽ അവരുടെ അക്കാഡമിക്സ് പ്രകാരമുള്ള ഒരു പഠന രീതി അവിടെ പോകും. അവിടെ എൻട്രൻസിന്റെ ഒരു ട്രെയിനിങ്ങോ അങ്ങനെയൊന്നും നമുക്ക് കിട്ടില്ല. പിന്നെ അതിനുശേഷം ആ സമയത്തിന് ശേഷമാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, കോച്ചിങ് സെന്ററുകളിൽ ട്യൂഷനോ അല്ലെങ്കിൽ എൻട്രൻസ് കോച്ചിങ്ങിനോ പോകുന്നത്. ഇവിടെ ഉണ്ടാവുന്ന കുട്ടികൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് സമയം നഷ്ടമാണ്. സമയം നഷ്ടം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സ്കൂളിൽ 6 മണിക്കൂർ 7 മണിക്കൂർ ചെലവഴിക്കണം. അതിനുശേഷം 1.5 മണിക്കൂർ 2 മണിക്കൂർ ട്രാവലിംഗ്. അപ്പൊ സമയം നഷ്ടം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഇനി മറ്റൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1 +2 പഠിച്ച് കഴിഞ്ഞതിന് ശേഷം, അപ്പോൾ +1 +2 പഠന കാലത്ത് കുട്ടികൾക്ക് യാതൊരു തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമും കിട്ടിയിട്ടുണ്ടാവില്ല. അതിനുശേഷം കുട്ടികൾ എന്ത് ചെയ്യുന്നു, റിപ്പീറ്റർ പ്രോഗ്രാമിന് പോയി ജോയിൻ ചെയ്യുന്നു. അവിടെയും കുട്ടികൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1 +2 കാലഘട്ടത്തിൽ അവർക്ക് ഒരു തരത്തിൽ എൻട്രൻസ് പ്രോഗ്രാമോ അല്ലെങ്കിൽ ട്രെയിനിങ്ങോ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ 2 വർഷത്തെ സിലബസ് 1 വർഷം കൊണ്ട് കുട്ടികൾ ഓടിയെത്താൻ പ്രയാസപ്പെടുന്നതായിട്ടാണ് എൻ്റെ 3 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായത്. ഇതിന്നൊക്കെ വിഭിന്നമായി കുട്ടികൾക്ക് ഏറ്റവും ഉചിതമായ രീതിയിൽ, അതായത് കുട്ടികൾക്ക് സമയം നഷ്ടമില്ല, അതുപോലെ +1 +2ൻ്റെ സിലബസിനോടൊപ്പം തന്നെ ഏത് സ്കൂളിലാണോ ജോയിൻ ചെയ്യുന്നത് ആ സ്കൂളിൽ തന്നെ നീറ്റ്, JEE പോലുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് വേണ്ടി ട്രെയിൻഡ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂൾ സമയത്ത് തന്നെയാണ് ഇതിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം കൂടെ നമ്മൾ കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സമയം നഷ്ടമില്ല, ഞാൻ നേരത്തെ പറഞ്ഞു. രണ്ടാമത്തത്, ഇത് ബ്ലെൻഡഡ് ആണ്. അതായത് സ്കൂളിൽ ഏത് സിലബസ് തന്നെയാണോ ഇവർക്ക് പഠിക്കാനുള്ളത് അതേ സിലബസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻട്രൻസ് ട്രെയിനിങ് പ്രോഗ്രാമും കൂടെ ഇതിനോടൊപ്പം പോകുന്നത് കൊണ്ട് കുട്ടികൾക്ക് ഒരു മിനിമം 6 മണിക്കൂറിൽ തന്നെ സ്കൂൾ പ്രോഗ്രാമും അതേപോലെ തന്നെ എൻട്രൻസ് പ്രോഗ്രാമും ബ്ലെൻഡഡ് ആയിട്ട് ചെയ്തെടുക്കാനും കുട്ടികൾക്ക് സമയം നഷ്ടപ്പെടാതെ, ട്രാവൽ സമയം നഷ്ടപ്പെടാതെ കുട്ടികൾ ഒരു ഈസി ആയിട്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് നമ്മുടെ സ്കൂളിംഗ് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ നമ്മൾ ഇന്റഗ്രേറ്റഡ് സ്കൂളിംഗ് പ്രോഗ്രാമുകൾ എന്ന് നമ്മൾ സാധാരണയായിട്ട് പറയാറുള്ളത്. പിന്നെ റുഫൈസ് സാറേ, ഇതിൻ്റെ അകത്ത് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചില എക്സാമിനേഷൻസുകളുടെ ചാൻസ്, നമ്പർ ഓഫ് ചാൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ JEE എക്സാമിനേഷൻ.
ജെ എക്സാമിനേഷൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജെയ് മെയിൻ ഉണ്ട്, ജെയ് അഡ്വാൻസ് ഉണ്ട്. ജെയ് മെയിൻ ക്വാളിഫൈ ചെയ്താലേ അഡ്വാൻസിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എഴുതാൻ പറ്റുള്ളൂ. ഈ രണ്ട് എക്സാമിനേഷനും +1 +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഒരു ചാൻസ്. ഓക്കെ, ഇനി ജെയ് മെയിൻ എടുക്കുകയാണെങ്കിൽ അതിനുശേഷം നെക്സ്റ്റ് 2 ഇയർ, അടുത്ത 2 വർഷം, അടുത്തടുത്ത 2 വർഷം ഓരോ ചാൻസ് കൂടെ. ജെയ് അഡ്വാൻസ് ആണെങ്കിൽ അടുത്ത 1 വർഷം കൂടി ഇതിന് എന്ത് ചെയ്യുള്ളൂ, ചാൻസ് കിട്ടുള്ളൂ. അപ്പൊ +1 +2 കാലഘട്ടത്തിൽ തന്നെ അവരുടെ ബോർഡ് എക്സാമിനേഷന്റെ എഴുതുന്ന അതേ ഇയറിൽ തന്നെ ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളത് ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു ചാൻസ് ഉണ്ട് എന്നല്ല സാർ നമ്മൾ പറയേണ്ടത്, അതായത് ആ ടോട്ടൽ നമ്പർ ഓഫ് ചാൻസസിൽ ഒരു ചാൻസ് അവിടെയാണ്. അതെ അതെ, അതായത് നമ്മൾ +1 +2 സമയത്ത് അത് പഠിച്ചിട്ടില്ലെങ്കിൽ ആ ചാൻസ് എന്താവും, മിസ്സായി പോകും. അത് കൃത്യമായിട്ട് ട്രെയിനിങ് കിട്ടിയ കുട്ടികൾക്ക് ആ ചാൻസ് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്. അതായത് നമുക്ക് ബോർഡ് എക്സാമിനേഷൻ പോലെ ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ അല്ലെങ്കിൽ 1 മാസം കൊണ്ടോ പഠിച്ചിട്ട് പെർഫോം ചെയ്യാം. ചില കുട്ടികൾ ആ എക്സാമിനേഷൻ ഡയറക്റ്റ് ആയിട്ടൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷേ അത് ട്രെയിനിങ് പ്രോഗ്രാം ഇല്ലാതെ അപ്ലൈ ചെയ്യുന്നത് ഒരു ഹെക്ടിക് ടാസ്ക് ആണെന്ന് ഞാൻ പറയും. കാരണം കൃത്യമായ ട്രെയിനിങ് ഉണ്ടെങ്കിൽ ആ ചാൻസ്, ഫസ്റ്റ് ചാൻസ് തന്നെ ഒത്തിരി കുട്ടികൾക്ക് എന്ത് ചെയ്യാറുണ്ട്, എയിംസ് അല്ലെങ്കിൽ ജിപ്മർ പോലുള്ള അല്ലെങ്കിൽ IIT NIT പോലുള്ള സ്ഥാപനങ്ങളിൽ ഫസ്റ്റ് ചാൻസിൽ തന്നെ അഡ്മിഷൻ എടുക്കാൻ സാധിക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എൻട്രൻസ് പ്രിപ്പറേഷൻ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്റഗ്രേറ്റഡ് സ്കൂളിംഗ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അതെ. പക്ഷെ സാറ് ചില കുട്ടികൾക്കും പാരൻസിനും ഒക്കെ ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ +1 +2 കാലഘട്ടത്തിൽ എൻട്രൻസിന് കൂടുതൽ ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ ബോർഡ് എക്സാമിന് മാർക്ക് കുറഞ്ഞു പോവോ, അല്ലെങ്കിൽ അത് ഉദ്ദേശിച്ച പോലെ പെർഫോമൻസ് കിട്ടാതിരിക്കുമോ എന്നുള്ളതൊക്കെ ചില കുട്ടികൾക്ക് എന്തുണ്ടാവും, കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഓക്കെ സാർ, അതെങ്ങനെയാണ് ഈ ബോർഡ് എക്സാമിനേഷനും എൻട്രൻസ് എക്സാമിനേഷനും ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും? സാർ ചോദിച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ വരുന്ന പല രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും ഏറ്റവും ആദ്യത്തെ ഒരു ഡൗട്ട് അല്ലെങ്കിൽ അവരുടെ ആങ്സൈറ്റി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളുടെ ഇങ്ങനെ സ്കൂൾ ട്രെയിനിങ്ങിനോടൊപ്പം തന്നെ ഈ എൻട്രൻസിനും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് എടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ ബോർഡ് എക്സാമിനേഷന് മാർക്ക് കുറഞ്ഞു പോകുമെന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെ സംഭവിക്കാൻ ഒരു സാധ്യതയില്ല. അതിന്റെ കാരണം എന്താ വെച്ചാൽ, ഈ +1 +2 കഴിയുന്നതോടൊപ്പം തന്നെ കുട്ടികൾ എഴുതുന്ന ഒട്ടുമിക്ക കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന്റെ സിലബസ് എന്ന് പറയുന്നത് +1 +2ന്റെ അതേ സിലബസ് തന്നെയാണ്. ചില പോയിന്റുകൾ, ചില സബ്ജക്റ്റിൽ ചില പോയിന്റുകളും ചില തിയറികളും ഒക്കെ എക്സ്ട്രാ നമ്മൾ പഠിക്കേണ്ടി വരും. പക്ഷേ +1 +2ന്റെ സിലബസ് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കുറയ്ക്കാൻ പറ്റില്ല. അത് കംപ്ലീറ്റ് അവർ പഠിക്കണം. അപ്പോൾ എൻട്രൻസിന് പഠിക്കുക എന്നുള്ള തിയറി എന്തിനുള്ള തിയറി തന്നെയാണ്, +1 +2ന്റെ തിയറി തന്നെയാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ എൻട്രൻസിന്റെ ട്രെയിനിങ് പ്രോഗ്രാം കൂടെ കുട്ടികൾ ചെയ്യണമെന്ന് മാത്രം. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ്, ഞാൻ എല്ലാ കുട്ടികളോടും ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിന്റെ ബലത്തിലും കൂടിയാണ് ഞാൻ പറയുന്നത്, നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുമ്പോൾ കുട്ടികൾ ചെയ്യേണ്ടത് അവർ കുറച്ച് എഫേർട്ട് എടുക്കണം. ഇപ്പം ഞാൻ പറയുന്നത് 10ാം ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ഒരു 10 ടൈംസ് എഫേർട്ട് എടുത്താൽ മതി. ഞാൻ 10 ഇരട്ടി പഠിക്കാനുണ്ടെന്ന് സാറേ ഞാൻ പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞത്, 10 ടൈംസ് എഫേർട്ട് എടുത്താൽ മതി. ഞാനത് സ്കൂളിൽ പഠിക്കുന്ന തിയറി തന്നെ നന്നായി പഠിക്കുക, എക്സ്ട്രാ വല്ല തിയറി ഉണ്ടെങ്കിൽ അതുകൂടെ പഠിക്കുക. അതിനോടൊപ്പം തന്നെ ഈ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നന്നായി പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ +1 ബോർഡ് എക്സാമിനേഷൻ്റെ മാർക്കും അതുപോലെ എൻട്രൻസിന്റെ റാങ്കുകളും മികച്ചതായി തീരും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. തീർച്ചയായിട്ടും പിന്നെ ബോർഡ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രൻസ് എക്സാമുകളുടെ ഒരു സബ്സെറ്റ് മാത്രമാണ്. തീർച്ചയായും അല്ലേ? അതായത് നമ്മളിപ്പം അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഹൗ ടു റൈറ്റ് ഇറ്റ് ഡിസ്ക്രിപ്റ്റീവ്ലി. അതായത് നമ്മൾ കൂടുതൽ കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പൊ അതിന് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എങ്ങനെ എഴുതാമെന്നുള്ള മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് മാത്രമല്ല സാറേ, ഇപ്പൊ പലപ്പോഴും നമ്മുടെ പ്രത്യേകിച്ച് സ്റ്റേറ്റ് സിലബസിന്റെ കഴിഞ്ഞ 1-2 വർഷമായിട്ട് മാത്സ് ഒക്കെ കുറച്ച് ടഫാക്കി, അതായത് പാറ്റേൺ മാറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പലപ്പോഴും കുട്ടികൾ എന്താക്കുന്നുണ്ടായിരുന്നു, അയ്യോ ഞങ്ങളെ പറ്റിച്ചെന്നൊക്കെ പറഞ്ഞല്ലെങ്കിൽ ഞങ്ങൾക്ക് എക്സാം ടഫായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് എന്താക്കുന്നുണ്ടായിരുന്നു, കരയുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ ക്വസ്റ്റ്യൻ ഒക്കെ അനലൈസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവുന്ന എന്താണ്, എൻട്രൻസിന് പ്രിപ്പയർ ചെയ്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വളരെയധികം സിമ്പിൾ ആണ്. ഞാനൊരു ഇന്ത്യൻ സ്കൂളിൽ പഠിച്ചൊരു കുട്ടിക്ക് ഒരു ക്വസ്റ്റ്യൻ കൊടുത്ത് ചോദിച്ചു നോക്കി, അവർ ഞാനിത് 1/2 മണിക്കൂറിന് മൊത്തം ആൻസർ ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, പിന്നെ സാറേ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഇപ്പൊ നമ്മള് കുട്ടികൾക്ക് ഈ തിയറി പഠിച്ചു, എൻട്രൻസ് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നൊക്കെ നമ്മൾ പറയുമ്പോഴും കുട്ടിക്ക് പ്രോബ്ലം സ്വന്തമായിട്ട് ചെയ്യാനുള്ള സ്കില്ല് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണത്. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ കുറെ ഇപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു 100 ചോദ്യം
നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതൊരുപരി കുട്ടിക്ക് ഒരു 2 ചോദ്യം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടന്റ്. അപ്പൊ ആ ഒരു സ്കില്ല് കുട്ടികൾക്ക് എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. ഈ സ്കില്ല് എങ്ങനെയാ ഡെവലപ്പ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ പ്രോബ്ലം സ്വന്തമായിട്ട് പ്രാക്ടീസ്ഡ് ആവുക. അപ്പൊ 10 ചോദ്യം ചെയ്താൽ ചിലപ്പോൾ 5 ചിലപ്പോൾ അവർക്ക് കിട്ടുള്ളൂ. ബാക്കി 5 അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്തു നോക്കി കിട്ടുന്നില്ലെങ്കിൽ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് അവർക്ക് തന്നെ എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്തെടുക്കാം. അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ നമ്മുടെ പ്രോഗ്രാമിലുണ്ട്, നമുക്ക് ചർച്ച ചെയ്യാം. അത് ചർച്ച ചെയ്യാം. അപ്പം അതിൽ തന്നെ സാറേ ഞാൻ ആഡ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ +1 +2 ഒരു കുട്ടി ഇന്റർവ്യൂ പഠിച്ചിട്ടില്ലെന്ന് ഇരിക്കാം. അപ്പോൾ സ്വാഭാവികം ബോർഡ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ് എന്താക്കുന്നത് കുട്ടി പഠിക്കുന്നത്. അതിൽ സ്റ്റേറ്റ് സിലബസിലെ കുട്ടിയാണെങ്കിൽ കാൽക്കുലേറ്റർ ഒക്കെ എന്താക്കും, യൂസ് ചെയ്യും. അതേപോലെ തന്നെ ലെവൽ കുറഞ്ഞ പ്രോബ്ലംസ് മാത്രമേ അവരെന്താകുന്നുള്ളൂ, ചെയ്യുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്ത് ചെയ്യാണ്, വളരെയധികം കുറഞ്ഞു വരുന്ന ഒരു ടെൻഡൻസി കൂടി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിനൊക്കെ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1 +2 കൂടെ തന്നെ നമ്മൾ എന്താക്കുക, എൻട്രൻസ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, മാക്സിമം നമ്മൾ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക, നമ്മുടെ ബ്രെയിനിന് നമ്മൾ എന്ത് ചെയ്യുക, ട്രെയിനിങ് കൊടുക്കുക. നമ്മുടെ ബ്രെയിനിന് ട്രെയിനിങ് കൊടുക്കുന്നിടത്തോളം അതെന്തായും ഡെവലപ്പായി വരും അല്ലേ? യെസ്. അപ്പം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് പാരൻസിനും കുട്ടികൾക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ബെസ്റ്റ് മെത്തേഡ്, ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് നമുക്ക് എന്താക്കാം, നമ്മുടെ FSP-യിലേക്ക് വരാം സാർ. അതായത് ഫ്യൂച്ചർ സ്കൂളിംഗ് പ്രോഗ്രാം അല്ലെ, അതാണ് FSP. അപ്പൊ FSP-യുടെ കോർഡിനേറ്റർ ആണ് എന്ത്, ജംഷീദ് മാഷ്. അപ്പോൾ ഞാൻ മനഃപൂർവ്വം തുടക്കത്തിൽ മാഷിനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ തരാതിരുന്നതായിരുന്നു. ജംഷീദ് മാഷ് എന്ന് പറഞ്ഞാൽ മാത്സിന്റെ ഫാക്കൽറ്റിയാണ്, മാത്സ് JE ഫാക്കൽറ്റിയാണ്. 25 വർഷത്തിന് മുകളിലായിട്ട് ഈ ഫീൽഡിലുണ്ട്. അതിലുപരി ഞാൻ മാഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിങ്ങിൻ്റെ കോർഡിനേറ്റർ ആയിട്ടാണ്. വർഷങ്ങളായിട്ട് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെ കോർഡിനേറ്റർ ആയെന്ന് മാത്രമല്ല, ഒരുപാട് റാങ്കുകൾ ഉണ്ടാക്കാൻ വേണ്ടി നേതൃത്വം സാറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് കേരള റാങ്ക് 1 മുതൽ സിംഗിൾ ഡിജിറ്റ് റാങ്കുകൾ ഒരുപാട് തവണ ഉണ്ടാക്കി എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ജംഷീദ് മാഷ്. അപ്പോൾ ജംഷീദ് മാഷാണ് നമ്മുടെ FSP-യുടെ ഫ്യൂച്ചർ സ്കൂളിംഗ് പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റർ ആയിട്ട് വന്നിരിക്കും. അപ്പോൾ നമുക്ക് FSP-യെ കുറിച്ച് എന്ത് ചെയ്യാം സാർ, സംസാരിക്കാം. സാർ, എന്താണ് നമ്മുടെ FSP-യുടെ അഥവാ ഫ്യൂച്ചർ സ്കൂളിംഗ് പ്രോഗ്രാമിൻ്റെ പ്രാധാന്യം? കാരണം പല പാരൻസിനും ഉണ്ടാകുന്ന ഡൗട്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഡൗട്ട് എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ പോർഷൻ പോലും ബോർഡ് എക്സാമിൻ്റെ പോർഷൻ പോലും സ്കൂളുകളിൽ തീരാറില്ല, സ്പെഷ്യൽ ക്ലാസ്സുകളൊക്കെയാണ് വെച്ചിട്ടൊക്കെ തീർക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എങ്ങനെയാണ് ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരുപാട് എൻട്രൻസ് ക്വസ്റ്റ്യൻസും അതുപോലെ എക്സ്ട്രാ കണ്ടന്റ്സ് ഒക്കെ ഈ ടൈമിൽ എങ്ങനെയാണ് നമ്മൾ എടുത്തു തീർക്കുക എന്നുള്ള പല സംശയങ്ങളും ഉണ്ടാവും. അപ്പൊ അതെങ്ങനെയാണ് നമ്മുടെ FSP സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്? ഓക്കെ സാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സ്കൂൾ പഠന സമയത്ത് തന്നെയാണ് ഈ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് വേണ്ടിയുള്ള ട്രെയിനിങ്ങും കൂടി നടക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ സ്കൂൾ സമയത്തിന് വിഭിന്നമായിട്ട് നമ്മളുടെ ടൈം എന്ന് പറയുന്നത് ഒരു 6 hours ക്ലാസ്സാണ് ഡെയിലി ഉണ്ടാവുക. അതിൽ 1.5 hour 4 periods ആണ് ഉണ്ടാവുക. അപ്പോൾ 1.5 മണിക്കൂർ 4 period ആണ് ഒരു ദിവസം ഉണ്ടാവുക. നമുക്ക് 2 സ്ട്രീമാണുള്ളത്. ഒന്ന് PCMB, മറ്റൊന്ന് PCMC. PCMB എന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി. അതാണ് നീറ്റ് സ്ട്രീമുകാർ എടുക്കുന്ന സ്ട്രീം. പിന്നെ ഇംഗ്ലീഷും കൂടെ ഉണ്ടാവും. മറ്റത് PCMC എന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, അതിൻ്റെ കൂടെ ഇംഗ്ലീഷ് ഉണ്ടാവും. അത് JEക്കാരെടുക്കുന്ന സ്ട്രീമാണ്. ഈ 2 സ്ട്രീമുകളിലാണ് നമ്മളുടെ ക്ലാസ്സുകൾ പോകുന്നത്. ഇതിൽ ഏറ്റവും സാറ് നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. അതായത് നമ്മുടെ ഈ +1 +2 പഠനകാലത്ത് തന്നെ ഇത് പഠിക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നൊക്കെയാണ്. വ്യക്തമായ ഒരു അക്കാഡമിക് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ, അക്കാഡമിക് പ്ലാൻ ഉണ്ടെങ്കിൽ ഇതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. കുട്ടികൾക്ക് ആ അക്കാഡമിക് പ്ലാൻ പ്രകാരം കൃത്യമായി ക്ലാസ്സുകൾ റൺ ചെയ്താൽ മതി. അപ്പം നമുക്ക് ഡെയിലി 4 hours ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ 3 hours നമുക്ക് പക്ക അവരുടെ കോർ സബ്ജക്റ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്. അവിടെ നമ്മൾ ബോർഡ് എക്സാമിനേഷനും അതേപോലെ എൻട്രൻസ് എക്സാമിനേഷനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ക്ലാസ്സുകൾ റൺ ചെയ്യുന്നത്. അതായത് തിയറി ഉണ്ടാവും, അതിനോടൊപ്പം തന്നെ അതിൻ്റെ എൻട്രൻസ് ഉണ്ടാവും. ആദ്യം നമ്മൾ എടുക്കുന്നത് തിയറിയാണ്. തിയറി നന്നായി പഠിപ്പിച്ച് തിയറി ഭാഗത്തുള്ള ബോർഡ് എക്സാമിനേഷന് വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്ത്, അതിനുശേഷം അതിനോടൊപ്പം തന്നെ കുറച്ച് എൻട്രൻസിന്റെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് അതെല്ലാം പഠിച്ച് പെർഫെക്റ്റ് ആക്കിയതിന് ശേഷമേ നമ്മൾ എന്തിലേക്ക് പോകുന്നുള്ളൂ, എൻട്രൻസിലേക്ക് പോകുന്നുള്ളൂ. ഇനി എൻട്രൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് ചെയ്യുന്നതിന് പകരം കുട്ടികളെ കൊണ്ട് ആദ്യം ഒന്ന് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, കുട്ടികൾക്ക് പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യിക്കാവുന്നതാണ്. അപ്പൊ അതിനുശേഷം നമ്മൾ കുട്ടികൾക്ക് ക്ലാസ്സിൽ ആ ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്ത് കൊടുക്കുന്ന മെത്തേഡാണ്. ഇതെല്ലാം സ്കൂൾ സമയത്ത് തന്നെ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അതിനുശേഷം കുട്ടികൾക്ക് ഇഷ്ടം പോലെ സമയം പഠിക്കാൻ, ഒരു ദിവസം മിനിമം ഒരു 5 to 6 hours എക്സ്ട്രാ പഠിക്കാനുള്ള സമയം കിട്ടും. ഹോളിഡേയ്സ് ഒക്കെ ആണെങ്കിൽ 10 hours മുകളിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള സമയം കിട്ടും. ഇതാണ് നമ്മളുടെ ഫ്യൂച്ചർ സ്കൂളിംഗ് പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അക്കാഡമിക് സ്ട്രക്ചർ ഉണ്ട്. പിന്നെ ഇതിനെക്കാളും ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ
സാർ നമ്മൾ ഇത് ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ ഈ സബ്ജക്റ്റുകൾ കോർ സബ്ജക്റ്റുകൾ ഡെപ്തിൽ പഠിപ്പിക്കണം. ഓക്കെ, നല്ല ഡെപ്ത്. അപ്പോൾ ആ ഡെപ്തിൽ പഠിപ്പിക്കണമെങ്കിൽ ആ ഡെപ്തിൽ പഠിപ്പിക്കാൻ പറ്റുന്ന ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് വേണം. അപ്പൊ നമ്മളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഫ്യൂച്ചർ സ്കൂളിംഗ് പ്രോഗ്രാമിന്റെ പ്രത്യേകത അതിന് പറ്റുന്ന അല്ലെങ്കിൽ അതിന് പാകത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ് ആണ്. ഒത്തിരി വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള മോർ ദാൻ 20, 25, 30 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സ് ആണ് ഇതിലുള്ളത്. അവർക്ക് സ്കൂളിംഗ് കൃത്യമായിട്ട് അറിയാം, അതിന്റെ എല്ലാ വശങ്ങളും അറിയാം, CBSE റൂൾസും റെഗുലേഷൻസും എല്ലാം അറിയാം. അതിനോടൊപ്പം അവർ എൻട്രൻസ് ട്രെയിനേഴ്സ് കൂടെയാണ്. അല്ലെങ്കിൽ നീറ്റ് JEE പോലുള്ള എക്സാമിനേഷന് ഒത്തിരി വർഷം ട്രെയിൻ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സ് മാത്രമല്ല അവർക്ക് ഓരോ ചോദ്യങ്ങളും കൃത്യമായിട്ട് കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിന് നമ്മുടെ അക്കാഡമിക്സ് ഹെഡ് ചെയ്തപ്പോ കെമിസ്ട്രി ആണെങ്കിൽ റിജു സാറുണ്ട്, അതേപോലെ തന്നെ ഗീത പ്രസാദ് സാറുണ്ട് അല്ലെ. അപ്പൊ ഇവരൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്ഥിരമായി 1, 2, 3 റാങ്കുകളൊക്കെ ഉണ്ടാക്കിയ ആൾക്കാരാണ്. അവർ തന്നെയാണ് തീർച്ചയായിട്ടും എന്താകുന്നത് ഹെഡ് ചെയ്യുന്നത് അല്ലെ. ഓൾ ഇന്ത്യ റാങ്ക് 1 അടക്കം ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരാണ്. അവർ തന്നെയാണ് എന്താക്കുന്നത് ഹെഡ് ചെയ്യുന്നത്. സാർ മറ്റൊരു ചോദ്യം, സാർ നേരത്തെ ഇവിടെ സിലബസ് CBSE ആണ് എന്ന് സാർ പറഞ്ഞു. അപ്പൊ സ്വാഭാവിക കേൾക്കുന്ന സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കുണ്ടാവും. അപ്പൊ അവർക്ക് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എന്തുണ്ടാവും? കൺഫ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് സാർ സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന കുട്ടിക്ക് വരാൻ വേണ്ടി പറ്റുമോ? വളരെ സിമ്പിൾ ആണ് സാർ അതിന്റെ ഉത്തരം. കാരണം ഒന്നാമതായിട്ട് നമ്മുടെ ഈ നീറ്റ് JEE അതായത് എൻട്രൻസ് എക്സാമിനേഷൻസുകൾക്ക് സ്റ്റേറ്റ് സിലബസ് എന്നോ CBSE സിലബസ് എന്നോ ഒരു വേർതിരിവില്ല. അതാണ് ഒന്നാമത്. പിന്നെ ഏത് സിലബസ് എടുത്ത് പഠിച്ചാലും പഠിക്കേണ്ട കണ്ടന്റ് സെയിം കണ്ടന്റ് ആണ്. ഒരേ ടെക്സ്റ്റ് ബുക്ക് NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ഇവർക്ക് പഠിക്കാനുള്ളത്. പിന്നെ നമ്മളുടെ ഫ്യൂച്ചർ സ്കൂളിംഗ് പ്രോഗ്രാമുകൾ CBSE സിലബസിലാണ് നടക്കുന്നത്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്നാമത് കുട്ടികൾക്ക് പഠിക്കാനുള്ള സമയം കൂടുതൽ കിട്ടും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ CBSE ബോർഡ് എക്സാമിനേഷൻ ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത്തത് കുട്ടികൾക്ക് 5 സബ്ജക്റ്റേ പഠിക്കാനുള്ളൂ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 3 കോർ സബ്ജക്റ്റും പിന്നെ കൂടെ 2 സബ്ജക്റ്റും കൂടി എക്സ്ട്രാ, അതായത് സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ടാവില്ല. ഈ 2 കാരണം കൊണ്ടാണ് നമ്മൾ CBSE സ്ട്രീമിൽ സെക്കൻഡ് ഇയറിലെ ബോർഡ് എക്സാമിനേഷൻ ഉണ്ടാവുള്ളൂ, ഫസ്റ്റ് ഇയറിൽ ബോർഡ് എക്സാമിനേഷൻ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അതായത് ആ സമയത്തുള്ള ഒരുപാട് അല്ലേ, കാരണം ബോർഡ് എക്സാമിനേഷൻ ഫസ്റ്റ് ഇയറിന്റെ എൻഡിലേക്കൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് ഒത്തിരി ബോർഡ് എക്സാം ഉണ്ടാകുമ്പോൾ കുറച്ച് സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ കൂടാനുള്ള പോസിബിലിറ്റി. അത് മാത്രമല്ല ബോർഡ് എക്സാമും മോഡൽ എക്സാമും ഒക്കെ കൂടി ഒരുപാട് സമയം അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ എന്തായാലും സെക്കൻഡ് ഇയറിൽ എന്താവും കുട്ടികൾക്ക് ബോർഡ് എക്സാമിനേഷൻ ഉണ്ടാവും, അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാവും, അതിന് ട്രെയിൻ ചെയ്യാനുണ്ടാവും. അപ്പൊ ആ സമയം ഫസ്റ്റ് ഇയറിലും കൂടി വരുമ്പോൾ കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ സമയം നഷ്ടമാണ്. അപ്പൊ അതായത് സാറ് പറഞ്ഞു വന്നു വെച്ചാൽ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടിക്കും ഇങ്ങോട്ടേക്ക് എന്താക്കാം CBSE ഏത് സിലബസിൽ പഠിക്കുന്ന കുട്ടിയും നീറ്റ് ആണെങ്കിലും JEE ആണെങ്കിലും എല്ലാ എക്സാമിനേഷനും എഴുതാനും പ്രാപ്തനാണ്. ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ സാറേ, കുട്ടികൾ നന്നായിട്ട് എന്ത് ചെയ്യണം? എഫേർട്ട് എടുക്കണം. എഫേർട്ട് എടുത്താൽ ഇഷ്ടം പോലെ കുട്ടികൾ, അത് CBSE സ്റ്റേറ്റ് ഒന്നൊന്നുമില്ല, ഇഷ്ടം പോലെ കുട്ടികൾ സ്റ്റേറ്റ് പഠിച്ച കുട്ടികളും CBSE പഠിച്ച കുട്ടികളും ICSE പഠിച്ച കുട്ടികളൊക്കെ ഈ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അവർ ഏത് സിലബസ് പഠിക്കുന്നു എന്നുള്ളതിലല്ല ഇമ്പോർട്ടന്റ്, അവരെങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ ഇപ്പൊ 10th സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടികൾക്കും എന്ത് ചെയ്യാം? FSPയുടെ ഭാഗമാകാം. കാരണം നിങ്ങളിപ്പോൾ CBSE മാറ്റം സംഭവിക്കുമ്പോൾ ഇതുവരെ 10 വർഷം പഠിച്ച ഒരു അക്കാഡമിക് രീതി ആയിരിക്കില്ലല്ലോ CBSE എന്നൊക്കെ ടെൻഷൻ അടിക്കുന്ന കുട്ടികളാണ് പറയുന്നത്. നിങ്ങൾ +1 +2 അല്ലെ 10th വരെ സിലബസിലൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷെ +1 +2 എന്താണ്? സെയിം സിലബസ് ആണ്, സെയിം ടെക്സ്റ്റ് ബുക്കാണ് എന്താക്കുന്നത് സ്റ്റേറ്റിനും CBSE പോകുന്നത്. അപ്പൊ അത് നിങ്ങൾ ഒരിക്കലും എന്താക്കുന്നില്ല, ബാധിക്കുന്ന കാര്യമല്ല. എക്സാമിനേഷൻ പാറ്റേൺസിൽ മാത്രമേ സാറേ അതായത് CBSE സ്റ്റേറ്റിന്റെ എക്സാം പാറ്റേൺസുകൾ വ്യത്യാസമുണ്ട്. പക്ഷെ എക്സാം പാറ്റേൺ നിങ്ങൾ അവർ ഓൾറെഡി 2 വർഷം കൊണ്ട് ട്രെയിൻഡ് ആയിരിക്കും. അല്ല, അത് മാത്രമാണ് നമ്മൾ എൻട്രൻസിൽ പ്രിപ്പയർ ചെയ്ത കുട്ടിക്ക് ഏത് CBSE ആണെങ്കിലും ഏത് ICSE ആണെങ്കിലും ഏത് പിന്നെ സ്റ്റേറ്റ് ആണെങ്കിലും എന്താണ് ബോർഡ് എക്സാമിനേഷൻ ആണെങ്കിലും സിമ്പിൾ ആയിരിക്കുമല്ലോ. കാരണം അതിനേക്കാൾ വലിയ സംഭവങ്ങൾ നമ്മൾ എൻട്രൻസിൽ നമ്മുടെ പിന്നെ പ്രോഗ്രാംസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അപ്പൊ ആ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ സാർ, അപ്പൊ എന്താണ് നമ്മുടെ FSPയുടെ പഠന രീതി? ഞാൻ പറഞ്ഞു നമ്മളുടെ ഫ്യൂച്ചർ സ്കൂളിംഗ് പ്രോഗ്രാമിന് കൃത്യമായിട്ടുള്ള ഒരു കരിക്കുലം ഉണ്ട്. അത് അക്കാഡമിക് പ്ലാൻ, ഒരു ഇയറിലേക്കുള്ള അക്കാഡമിക് പ്ലാൻ ഉണ്ട്. ആ അക്കാഡമിക് പ്ലാൻ പ്രകാരമാണ് നമ്മൾ ക്ലാസ്സുകൾ റൺ ചെയ്യുന്നത്. ഒരു ദിവസം 6 hours ക്ലാസ് ആണ് ഉണ്ടാവുക. 4 പീരീഡ് 1.5 മണിക്കൂറാണ് ഉണ്ടാവുക. അതിൽ തന്നെ 3 പീരീഡുകൾ ഈ കോർ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ്. കാരണം തിയറിയും പഠിപ്പിക്കണം, എൻട്രൻസും പഠിപ്പിക്കണം. ബോർഡ് എക്സാമിനേഷനും അതേപോലെ എൻട്രൻസ് എക്സാമിനേഷനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ക്ലാസ്സുകളായിരിക്കും പോകുക. ഇതാണ് അടുത്ത ഒരു കാര്യം.
പിന്നെ വേറൊരു കാര്യം ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറയാനുള്ളത്, നമ്മൾ ക്ലാസ്സുകൾ തിയറി നന്നായി പഠിപ്പിക്കുന്നു, എൻട്രൻസ് ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യുന്നു, അതൊക്കെ നമ്മളൊരു പാർട്ട് കഴിഞ്ഞു. അതിനുശേഷം കുട്ടികളുടെ മെഷർമെന്റ് എന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികളെ മെഷർ ചെയ്യാന്നുള്ളത് അത് നമ്മുടെ എക്സാമിനേഷൻ എന്നാണല്ലോ പറയുന്നത്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് എക്സാമിനേഷൻസുകൾ നടത്തുക എന്നുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ കരിക്കുലം പ്രകാരം ഒരു 3 തരത്തിലുള്ള എക്സാമിനേഷൻ കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഇയറിൽ, സെക്കൻഡ് ഇയറിൽ അക്കാഡമിക് പ്ലാൻ വേറെ ആയിരിക്കും. ഫസ്റ്റ് ഇയറിൽ 3 തരത്തിലുള്ള എക്സാമിനേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് ഓരോ ചാപ്റ്ററുകൾ കഴിയുമ്പോഴും ചാപ്റ്റർ വൈസ് എക്സാമിനേഷൻ കുട്ടികൾക്ക് കൃത്യമായി കണ്ടക്ട് ചെയ്യും. അത് തന്നെ 2 തരത്തിലുണ്ട്. കുട്ടികൾക്ക് ബോർഡ് എക്സാമിനേഷൻ മാർക്ക് ഏറ്റവും നന്നായി കിട്ടണം. അതുകൊണ്ട് കുട്ടികൾക്ക് തിയറി എക്സാമിനേഷനും റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടാവും ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും. അതേപോലെ തന്നെ ആ ചാപ്റ്ററിന് അന്ന് തന്നെ അതിന്റെ എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടാവും. നീറ്റ് മോഡൽ അല്ലെങ്കിൽ ജെഇ മോഡൽ ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള എക്സാമിനേഷൻ ഉണ്ടാവും ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും. പിന്നെ നെക്സ്റ്റ് എക്സാമിനേഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ മന്ത്ലി ഷെഡ്യൂളാണ്. ഓരോ മന്തിലും കഴിയുന്ന എക്സാമിനേഷനെ ബേസ് ചെയ്തിട്ട് ഒരു മന്ത്ലി എക്സാമിനേഷൻ നീറ്റ് അല്ലെങ്കിൽ ജെഇ മോഡൽ ഉണ്ടാവും. ഇനി ആ എക്സാമിനേഷന് മുൻപേ ആയിട്ട് കുട്ടികൾക്ക് ആ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള റിവിഷൻ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്തിട്ടേ ഈ എക്സാമിനേഷൻ നടത്തുന്നുള്ളൂ. അതാണ്. പിന്നെ ഒരു കുട്ടി സ്കൂളിലേക്കായിട്ട് എഴുതേണ്ട എക്സാമിനേഷൻസുകളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പീരിയോഡിക് അസസ്മെന്റ് 1, പീരിയോഡിക് അസസ്മെന്റ് 2, അതുപോലെ ഹാഫ് ഇയർലി, ആനുവൽ എക്സാമിനേഷൻ. ഇത് സ്കൂളിൽ പറയുന്ന മുറയ്ക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ ആ റിട്ടൺ എക്സാമിനേഷൻ ആണ്, ആ എക്സാമിനേഷനും നടത്തും നമ്മൾ. പക്ഷേ ഈ എക്സാമിനേഷനൊക്കെ മുൻപ് എന്തുണ്ടാവും ഞാൻ പറഞ്ഞു, റിവിഷൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ കുറെ പഠിപ്പിക്കുന്നു, നേരിട്ട് എക്സാമിനേഷൻ എഴുതുന്നു, കുട്ടികൾക്ക് മാർക്ക് കിട്ടാൻ സ്ട്രഗിൾ ചെയ്യും. അപ്പം ഒരു റിവിഷൻ പ്രോഗ്രാം കൊടുത്തുകൊണ്ടായിരിക്കും ഈ എക്സാമിനേഷൻസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കണ്ടക്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം കൂടി ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള പാരന്റ്സ് മീറ്റിംഗ് ആണ്. ഇപ്പോൾ ഓരോ മന്തിലും കുട്ടികളുടെ അക്കാഡമിക് കാര്യങ്ങൾ ടീച്ചേഴ്സും പാരന്റ്സും ഒന്നിച്ചിരുന്ന് കുട്ടിയുടെ പ്രസൻസിൽ വിലയിരുത്തുക എന്നുള്ളത് ഇതിന് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ്. അപ്പൊ അത് എല്ലാ മാസവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടക്ട് ചെയ്യുന്നു. ഇതൊക്കെ നമ്മുടെ കരിക്കുലം പ്രകാരം തന്നെയാണ് പോകുക. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫ്യൂച്ചർ സ്കൂളിംഗ് പ്രോഗ്രാമിന്റെ അക്കാഡമിക് പ്ലാൻ എന്ന് പറയുന്നത്. സാർ, ഇങ്ങനെയൊക്കെ പറയുമ്പോഴും പല കുട്ടികളുടെ ആശങ്കയുണ്ടാവും. എല്ലാ കുട്ടികൾക്കും ഒരേപോലെ എല്ലാ സബ്ജക്റ്റും പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റില്ല. ചില ആൾക്കാർ ഫിസിക്സ് സ്ട്രോങ് ആയിരിക്കും, ചിലപ്പോൾ കെമിസ്ട്രി വീക്ക് ആയിരിക്കും, അല്ലെ മാത്സ് സ്ട്രോങ് ആയിരിക്കും, അല്ലെ അങ്ങനെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ വീക്കായ കുട്ടികളെ നമ്മൾ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇതിൽ പ്ലാൻ ഉണ്ടോ? ഞാൻ അത് പറഞ്ഞു വരുന്നതിന് മുമ്പേ സാറ് ഒരു കാര്യം പറയട്ടെ. ഒരു കുട്ടിക്ക് ഒരു 100 മാർക്ക് പ്രതീക്ഷിച്ചാണ് ഇവിടേക്ക് വരുന്നത് എന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഈ കൃത്യമായിട്ടുള്ള അക്കാഡമിക് സ്ട്രക്ചർ പ്രകാരം ആ കുട്ടിക്ക് 1 മാർക്കെങ്കിലും കൂടുതൽ കിട്ടണം എന്നുള്ളതാണ്. അത് 100 ആണ്, 101 അല്ല 102 കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അത് എൻട്രൻസിനാണെങ്കിലും ബോർഡ് എക്സാമിനേഷൻ ആണെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. മാക്സിമം കപ്പാസിറ്റി പ്ലസ് കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ ചില കുട്ടികൾ ചില സബ്ജക്റ്റിൽ ഒരു പേടിയോ ഭയോ അല്ലെങ്കിൽ വീക്കോ ഒക്കെ ആയിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ ആ കുട്ടികളെ നമ്മൾ ആ സബ്ജക്റ്റിൽ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കൃത്യമായിട്ട് ലൈബ്രറി അവേഴ്സുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കൂൾ ലൈബ്രറിയിൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് അവർക്ക് നീറ്റ് ജെഇ ഓറിയന്റഡ് ആയിട്ടുള്ള ബുക്സുകൾ അവൈലബിൾ ആക്കിക്കൊണ്ട് ടീച്ചേഴ്സിന്റെ പ്രസൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലൈബ്രറി അവേഴ്സ് ഡൗട്ട് ക്ലിയറിംഗ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഹോസ്റ്റലിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡൗട്ട് ക്ലിയറിങ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ ഏതെങ്കിലും ഒരു കുട്ടിക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ ഡൗട്ട് ക്ലിയറിംഗ് സമയത്ത് അവർക്ക് ക്ലിയർ ചെയ്യാം. അപ്പോൾ ചിലർ ആശങ്കയുണ്ട്, എന്നോട് ചോദിക്കാണ്ട് ഹോസ്റ്റലിൽ മാത്രമേ ഡൗട്ട് ക്ലിയർ ഉണ്ട്. അല്ല, കുട്ടികൾക്ക് എനി ടൈം ടീച്ചേഴ്സിന്റെ അവൈലബിലിറ്റി നോക്കിയിട്ട് ഡൗട്ട് ക്ലിയറൻസിനുള്ള സംവിധാനം ഉണ്ടാവും. അപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഡൗട്ട് ക്ലിയറിംഗിന് വേണ്ടിയിട്ട് ടീച്ചറെ തെരഞ്ഞു നടക്കേണ്ട സന്ദർഭം ഉണ്ടായിരുന്നു. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ കാലഘട്ടത്തിൽ. അത് മാത്രമല്ല, അന്നൊക്കെ നമ്മള് പിന്നെ ടീച്ചേഴ്സിനോട് ഡൗട്ട് ചോദിക്കാൻ പേടി പോലും ഉണ്ടായിരുന്നു, അപ്രോച്ചബിൾ ആയിരുന്നു. അത് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, എല്ലാ ടീച്ചേഴ്സും ഫ്രണ്ട്ലി ആണ്. അപ്പൊ അവർക്ക് ഏത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും കുട്ടികൾക്ക് അതിനുള്ള സംശയങ്ങള് തീർത്തു കൊടുത്തിട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കപ്പാസിറ്റി ഉണ്ട്, അതിന്റെ അപ്രോച്ചബിൾ ആണ്, മെന്റാലിറ്റി ഉണ്ട്. സാറേ, ഇതിനോടൊപ്പം ഞാൻ വേറെ കാര്യം കൂടി ചേർത്ത് പറയാണ്. ഇപ്പൊ കുട്ടികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, കുട്ടികൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ നീറ്റ് ആവട്ടെ അല്ലെങ്കിൽ ജെഇ ആവട്ടെ കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ ആ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസുകൾ ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ വന്നേക്കാം, ചെയ്യാൻ സാധിക്കും. എന്ത് തന്നെയാണെങ്കിലും ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ സൊല്യൂഷൻ നമ്മുടെ ആപ്പിൽ എന്താണ് അവൈലബിൾ ആണ്.
അതായത് കുട്ടികൾക്കുള്ള തിയറി ക്ലാസ്സുകൾ ഓരോ ദിവസം കഴിയുന്ന ക്ലാസ്സുകളുടെ റെക്കോർഡഡ് വേർഷൻസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന എൻട്രൻസ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ സൊല്യൂഷൻസും ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ കുട്ടികൾക്ക് ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി, നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി കുട്ടികൾ ഡൗട്ട് ഉണ്ടെങ്കിൽ, കിട്ടുന്നില്ല അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ആപ്പിൽ അതിന്റെ സൊല്യൂഷൻ അവൈലബിൾ ആയിരിക്കും. കുട്ടികൾക്ക് അത് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമ്മളെ ആപ്പിന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞത് ഒരു വശം മാത്രമാണ് ഞാനിപ്പം പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ സാർ നമ്മൾ നേരത്തെ പറയുന്നത് കുട്ടികൾ മാക്സിമം വർക്ക് ചെയ്താൽ മാത്രമേ അവർക്ക് എൻട്രൻസ് കിട്ടുള്ളൂ, അല്ലാതെ നമ്മൾ ഒരുപാട് പ്രോബ്ലം ബോർഡ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു കാര്യമില്ല അല്ലേ. അപ്പൊ കുട്ടികൾ വർക്ക് ചെയ്തു എന്ന് നമ്മൾ ഉറപ്പ് വരുത്താൻ വേണ്ടി നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ കൊടുക്കുന്നുണ്ട്, കറക്റ്റ് തന്നെ. അത് ചെയ്തു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്, അത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് FSP ചെയ്യുന്നത്? ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് സാർ ഇപ്പോൾ ചോദിച്ചത്. നമ്മൾ കുട്ടികളെ ക്ലാസ്സിൽ നിന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചു, കുട്ടികൾ എൻട്രൻസ് ക്വസ്റ്റ്യൻസുകളൊക്കെ പഠിച്ചു. അതിനുശേഷം ഞാൻ പറഞ്ഞു കുട്ടികൾ സെൽഫ് പ്രാക്ടീസ് എന്ന് പറഞ്ഞ ഒരു കാര്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസുകൾ കുട്ടികൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് സ്വന്തമായിട്ട് ചെയ്തു എന്നിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുള്ളൂ. അപ്പൊ ഈ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന്റെ അത് കൃത്യമായിട്ട് നമ്മൾ അവർക്ക് കുട്ടികൾക്ക് ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, ഒരു വർക്ക് ബുക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ വർക്ക് ബുക്കിൽ കൃത്യമായിട്ട് ആ കുട്ടികൾ അതിന്റെ ആൻസറുകൾ ചെയ്തു നോക്കണം. ഇനി അവർക്ക് കിട്ടുന്നില്ല, ക്വസ്റ്റ്യൻസിന്റെ ആൻസർ അവർക്ക് കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ സൊല്യൂഷൻ നമ്മളുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ആപ്പ് ഇതിന്റെ അകത്ത് വലിയൊരു ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ആപ്പിന്റെ അകത്ത് കിട്ടുന്ന രണ്ട് കാര്യങ്ങളെങ്കിലും ഇപ്പം പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഓരോ ദിവസം നടക്കുന്ന ക്ലാസ്സിന്റെ റെക്കോർഡ് ക്ലാസ്സുകൾ കൃത്യമായിട്ട് ആപ്പിൽ അവൈലബിൾ ആണ്. രണ്ടാമത്തത് കുട്ടികൾ ഈ ചെയ്ത് നോക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസർ സൊല്യൂഷൻ, അത് റിട്ടേൺ സൊല്യൂഷൻ അല്ല, അതിന്റെ വീഡിയോ സൊല്യൂഷൻസുകളും അവൈലബിൾ ആണ്. അപ്പൊ കുട്ടികൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഡൗട്ട് വന്നു കഴിഞ്ഞാൽ, ചെയ്ത് നോക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വർക്ക് ബുക്കിൽ ചെയ്ത് നോക്കുമ്പോൾ അതിന് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ടീച്ചർ അപ്രോച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ടീച്ചേഴ്സ് ഡിസ്കസ് ചെയ്ത വീഡിയോ സൊല്യൂഷൻ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ കൊണ്ട് ഇനിയും ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. അത് നമുക്ക് കുട്ടികൾ വന്നതിന് ശേഷം കൃത്യമായിട്ട് നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. തീർച്ചയായിട്ടും. കാരണം ചിലപ്പോൾ രാത്രിയൊക്കെയാണ് കുട്ടികൾ ചെയ്യുന്ന സമയത്ത് മേ ബി അവിടെ ടീച്ചേഴ്സ് ഉണ്ടാവണം നിർബന്ധമില്ല അല്ലെ. അപ്പൊ ആ സമയത്തൊക്കെ കുട്ടിക്ക് നോക്കാനൊക്കെ എന്താണ് എളുപ്പമാണ്. പിന്നീട് എന്നിട്ടും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും എന്താക്കാം, ഇവിടെ ടീച്ചേഴ്സ് ഉണ്ട്, ക്വസ്റ്റ്യൻസ് നമുക്കത് ഹോസ്റ്റലിൽ കൃത്യമായിട്ട് യൂസ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു വെച്ചു. പിന്നെ ഞാൻ അടുത്ത് ചോദിക്കാൻ ഉദ്ദേശിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം സാർ ഓൾറെഡി എന്താക്കി പറഞ്ഞു കഴിഞ്ഞു. അഥവാ ബൈ ചാൻസ് ഒരു കുട്ടി ലീവായി പോയിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യുക? അപ്പൊ നമ്മൾ ഓരോ ദിവസം ഡേ വൈസുള്ള അല്ലെങ്കിൽ സെഷൻ വൈസുള്ള ക്ലാസ്സുകൾ, റെക്കോർഡ് ക്ലാസ്സിൽ ഓരോ ദിവസം കുട്ടികൾക്ക് ആപ്പിൽ നമ്മൾ അവൈലബിൾ ആക്കി കൊടുക്കും. യെസ്. അപ്പൊ ബാക്കി നമ്മുടെ ആപ്പിന്റെ കൂടുതൽ ഫീച്ചേഴ്സ് മറ്റു വീഡിയോസിലൊക്കെ എന്ത് ചെയ്യാം പറയാം സാറേ. അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ത്, ഹോസ്റ്റല്. കാരണം 10ാം ക്ലാസ് വരെ കുട്ടി അച്ഛൻ്റെ അമ്മേനെ കൂടെ നിന്നാണ് പെട്ടെന്ന് എന്താണെന്ന് ഹോസ്റ്റലിലേക്ക് മാറുന്നത്. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം, ഫെസിലിറ്റി, അതോടൊപ്പം തന്നെ എങ്ങനെയാണ് സ്ട്രക്ചർ ആയിരിക്കും സാർ ബ്രീഫായിട്ട് പറയും. തീർച്ചയായിട്ടും നമ്മുടെ ഹോസ്റ്റലിൽ കുട്ടി പഠിക്കുമ്പോൾ കുട്ടികളുടെ ഏറ്റവും വലിയ ഗുണം കുട്ടികളുടെ സമയം കൃത്യമായിട്ട് ക്രമീകരിക്കപ്പെടും എന്നുള്ളതാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ഹോസ്റ്റലുകൾ കൃത്യമായിട്ട് ഷെഡ്യൂൾഡ് ആണ്. ഒരു ദിവസത്തെ 24 hours ഒരു കുട്ടി എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് കൃത്യമായി സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുട്ടി എപ്പോഴാണ് എണീക്കേണ്ടത്, കുട്ടി എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത്, കുട്ടി എപ്പോഴാണ് പഠിക്കേണ്ടത്, കുട്ടി എപ്പോഴാണ് സ്കൂളിൽ പോകേണ്ടത്, എപ്പോഴാണ് പ്രയറിന് പോകേണ്ടത്, കുട്ടി എപ്പോഴാണ് ഉറങ്ങാൻ പോകേണ്ടത്, റെസ്റ്റ് ടൈം, കുട്ടിക്ക് എപ്പോഴാണ് പ്ലേ ടൈം, എല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിളാണ് കുട്ടി ഒരു ഹോസ്റ്റലിൽ ഫോളോ ചെയ്യേണ്ടത്. ഇനി ഇത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് 2 തരത്തിലുള്ള സപ്പോർട്ട് നമ്മൾ ഹോസ്റ്റലിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഒന്ന് മെന്റർ സപ്പോർട്ട്, അവരാണ് കൃത്യമായിട്ട് കുട്ടികളുടെ അക്കാഡമിക് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, മോണിറ്റർ ചെയ്യുന്നത്. അവർ സ്കൂളിൽ ഉണ്ടാവും, അത് മറ്റൊരു പ്രത്യേകത. അവർ കൃത്യമായി അവരാണ് ക്ലാസ് ടീച്ചർ, സ്കൂളിലെ ക്ലാസ് ടീച്ചർ എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ കുട്ടി നോൺ അക്കാഡമിക് കാര്യങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്താൻ വേണ്ടിയിട്ട് സപ്പോർട്ടും ഹോസ്റ്റലിൽ അവൈലബിൾ ആണ്. അതേപോലെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഈ പറഞ്ഞ പോലെ തന്നെ മാനസികമായിട്ടുള്ള വിഷമങ്ങളൊക്കെ നമ്മുടെ എല്ലാ സപ്പോർട്ടും, അതായത് മെന്റൽ സപ്പോർട്ടും പ്ലസ് ടീച്ചേഴ്സിന്റെ സപ്പോർട്ടും എല്ലാം. ഇപ്പൊ ഞാൻ വേറെ കാര്യം കൂടി ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നു, ഹോസ്റ്റലിൽ ചാർജുള്ള ഒരു അധ്യാപകനുണ്ടാവും. അവർ കൃത്യമായിട്ട് ഹോസ്റ്റലിന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യും, മോണിറ്റർ ചെയ്യുന്നതാണ്. അപ്പൊ അവരെല്ലാ തരത്തിലുള്ള സപ്പോർട്ടും, അവർക്ക് ചില കുട്ടികൾക്ക് ടെൻഷൻ ഉണ്ടാവും, അപ്പൊ കൃത്യമായിട്ട് അവരെന്ത് ചെയ്യുക, അഡ്രസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഹോസ്റ്റലിൽ ചെയ്തു വരുന്ന കാര്യമാണ്. അപ്പൊ സാർ നമ്മളിപ്പം അക്കാഡമിക്സിനെ കുറിച്ചും ഹോസ്റ്റലിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അക്കാഡമിക്സിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞു അല്ലേ, വർക്ക് ബുക്ക്, അതുപോലെ തന്നെ കൺസെപ്റ്റ് ഇൻ ഡെപ്ത്, സപ്പോർട്ട്,
ഡൗട്ട് ക്ലിയറൻസ്, ലൈബ്രറി അവേഴ്സ്, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു. ഇത് കേൾക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി വിചാരിക്കാൻ സാധ്യത ഇവിടെ വന്ന് ഫുൾ ടൈം നമ്മൾ പഠനം മാത്രമായിട്ട് ഞാനൊരു പുഴുവായിട്ട് മാറി, പിന്നെ എന്താ പറയുക, ഫുൾ ടൈം കൂട്ടിലിട്ട പോലെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവോ എന്നൊക്കെ എനിക്ക് കേൾക്കുന്ന ഒരു കുട്ടിക്ക് ഡൗട്ട് തോന്നാൻ സാധ്യതയുണ്ട് സാർ. അപ്പം അങ്ങനെയാണോ? ഇനി അങ്ങനെ അല്ലാതിരിക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? സാറ് ഒരു +1 +2 പഠിക്കുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ 11th 12th പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് ഒരു സ്കൂളിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. കുട്ടിയുടെ മാനസികാരോഗ്യം, അക്കാഡമിക്സ് ഉണ്ട്, പിന്നെ അതിനോടൊപ്പം മാനസികാരോഗ്യം, അതുപോലെ പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസുകൾ, അല്ലെ, അങ്ങനത്തെ പ്രോഗ്രാംസുകൾ തീർച്ചയായിട്ടും ഒരു കുട്ടിക്ക് കിട്ടേണ്ടതാണ്. നമ്മളെ ഫസ്റ്റ് പ്രിഫറൻസും സെക്കൻഡ് പ്രിഫറൻസും ഒക്കെ അക്കാഡമിക്സ് ആണ്. കാരണം കുട്ടികൾ എൻട്രൻസിന് കൂടി ട്രെയിൻ ചെയ്യേണ്ടതുകൊണ്ട് പ്രിഫറൻസ് അതിനാണ്. എങ്കിലും കുട്ടികളുടെ ഒരു ഓവറോൾ ഡെവലപ്മെന്റ് നമ്മൾ ഉദ്ദേശിച്ച് കുട്ടികൾക്ക് കുറച്ച് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് കൂടെ നമ്മളെ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ നമ്മൾ അക്കാഡമിക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികളുടെ PT അവേഴ്സ്, അതുപോലെ തന്നെ കുട്ടികളുടെ ഔട്ടിംഗ് പ്രോഗ്രാംസുകൾ. കാരണം ഹോസ്റ്റലേഴ്സ് ആണ്, വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന കുട്ടികളാണ്, 15 വയസ്സിൽ ആയിട്ടുള്ള കുട്ടികളാണ്. അതുകൊണ്ട് കുട്ടികളുടെ സ്ട്രെസ്സൊക്കെ ഒന്ന് റിലീസ് ചെയ്യാൻ ഔട്ടിംഗ് പ്രോഗ്രാംസുകൾ മന്ത്ലി, അതുപോലെ തന്നെ കുട്ടികളുടെ ഇയർലി ടൂർ പ്രോഗ്രാംസുകൾ, കുട്ടികളുടെ സ്പോർട്സ് ആക്ടിവിറ്റീസുകൾ, കുട്ടികളുടെ കൾച്ചറൽ ആക്ടിവിറ്റീസുകൾ, ഇതിനൊക്കെ പുറമെ കുട്ടികളുടെ അക്കാഡമിക്സും നോൺ അക്കാഡമിക്സിലും ഏറ്റവും ബെസ്റ്റായിട്ട് കുട്ടികളെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ഓറിയന്റേഷൻ ക്ലാസ്സുകൾ, പല ആളുകളുടെയും ഓറിയന്റേഷൻ ക്ലാസ്സുകൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോഗ്രാമിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും മൊത്തമായിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ ഒരു ഓവറോൾ ഡെവലപ്മെന്റ് ആണ്. അക്കാഡമിക് ആവട്ടെ നോൺ അക്കാഡമിക് ആവട്ടെ, കുട്ടി ഇവിടുന്ന് തിരിച്ച് 2 വർഷം കഴിഞ്ഞ് പോകുമ്പോൾ കുട്ടി ഒരു ഓവറോൾ ഡെവലപ്പ് ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ട് മാറണം എന്നുള്ളതും കൂടെ ഇതിന്റെ ഉദ്ദേശമുണ്ട് സാർ. ഓക്കെ, അപ്പോൾ സാറ് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ FSPയിലെ ഫസ്റ്റ് പ്രിഫറൻസും സെക്കൻഡ് പ്രിഫറൻസും എന്ന് തന്നെയാണ് അക്കാഡമിക്സ് തന്നെയാണ്. പക്ഷേ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഫിസിക്കൽ ആൻഡ് മെന്റൽ റിഫ്രഷ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്ട്രക്ചറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബെസ്റ്റ് സ്കൂള്, ബെസ്റ്റ് അക്കാഡമിക് പ്ലാന്, ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ്, ആപ്പിന്റെ സൗകര്യം, എക്സെട്ര എല്ലാം നമുക്ക് ഒരു സ്കൂൾ ടൈമിൽ തന്നെ നമ്മൾ ഈ സ്കൂളിംഗ് പ്രോഗ്രാമിൽ അവൈലബിൾ ആണ്. ഫ്യൂച്ചർ സ്കൂളിംഗ് പ്രോഗ്രാം വ്യക്തമായിരുന്ന് പ്ലാൻ ചെയ്താൽ. അപ്പം ഡിയർ സ്റ്റുഡൻസ് ആൻഡ് പാരന്റ്സ്, അപ്പം നിങ്ങൾ എൻട്രൻസ് എക്സാമിനേഷന് നോക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കാര്യം തന്നെ എന്താണ്, +1 +2 കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ഒത്തിരി കുട്ടികൾ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏത് ഈ പിന്നെ സ്കൂളിംഗ് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തിട്ട് അവരൊക്കെ സ്കൂൾ പ്രോഗ്രാമിനോടൊപ്പം ചെയ്യുന്നതിന്റെ സൗകര്യങ്ങളും അതിന്റെ ബെനിഫിറ്റും കുട്ടികൾ പറഞ്ഞിട്ട് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇന്റഗ്രേറ്റഡ് സ്കൂൾ പ്രോഗ്രാമിൽ പഠിച്ചിട്ടുള്ള കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്താണ്, നല്ല ഒരു ഡെപ്തുള്ള എന്താ പറയുക, നല്ലൊരു പിന്നെ വജ്രമാണെന്നൊക്കെ ഞാൻ പറയും. അതാണ് ഏറ്റവും വലിയൊരു കാര്യം അതിൻ്റെ അകത്ത്. അപ്പോൾ നിങ്ങളെ ബാക്കി കാര്യങ്ങൾ അല്ലെ, ഫിസിക്കൽ മെന്റൽ റിഫ്രഷ്മെന്റ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് FSP ഫ്യൂച്ചർ സ്കൂളിംഗ് പ്രോഗ്രാമിൽ നമ്മൾ ഒരു പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് ചില പാരൻസ് ഒക്കെ ഇപ്പോൾ വേണമെങ്കിൽ എന്താക്കാം, തിങ്ക് ചെയ്യാം, അതായത് എൻ്റെ കുട്ടി എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്നില്ലല്ലോ അപ്പോൾ എന്ന് തിങ്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ ഒരു തിങ്കിങ് ഞാൻ പറയുന്ന സാറേ നിരോധിച്ചിരിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കലിൽ മാത്രമല്ല എന്തുള്ളത്, എൻട്രൻസ് എക്സാമിനേഷൻസ് ഉള്ളത്. ഓക്കെ, അതായത് +2 കഴിഞ്ഞാൽ ഏകദേശം 18-20ഓളം എന്തുണ്ട് എൻട്രൻസ് എക്സാമിനേഷൻസ് കുട്ടികൾക്ക് ഇതേ സിലബസ് തന്നെയാണ് എല്ലാത്തിനും ഉള്ളത്. അപ്പം ഫോർ എക്സാമ്പിൾ ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് നാട്ടിലെ കോളേജിൽ പഠിക്കും, അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കാം. സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കണം ഏറ്റവും ബെറ്റർ. അതിന് നമുക്ക് എന്തുണ്ട്, CUT ഉണ്ട്. അതേപോലെ തന്നെ റിസർച്ച് ഓറിയന്റഡ് ആണെങ്കിൽ നമുക്ക് ISER, NICER, IAST പോലെയുള്ള സ്ഥാപനങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെയാണ് ഇവിടെ +1 +2 കാലഘട്ടത്തിൽ തന്നെ നടന്ന് +2 കഴിഞ്ഞ ഉടനെ നമ്മൾ നല്ലൊരു കോളേജിലേക്ക് നമ്മൾ എന്താക്കുക, പ്ലേസ്ഡ് ആവുക. പിന്നെ നമ്മുടെ ലൈഫ് എന്തായിക്കോളും, സെറ്റ് ആയിക്കോളും. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നല്ല ജോലി കിട്ടുക, അല്ലെ, നല്ല ലൈഫ്. ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പല കോളേജിൽ നിന്നും ഇറങ്ങുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഒരു 22-23 ഏജ് ആകുമ്പോഴത്തേക്ക് ഏറ്റവും ഉയർന്ന ശമ്പളം വാങ്ങുന്ന 23 ആവണ്ട സാർ. കാരണം 17ാമത്തെ വയസ്സിൽ കുട്ടി +2 കഴിഞ്ഞ് എൻട്രൻസ് ചെയ്ത് കഴിഞ്ഞാൽ IST പോലുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ചാൽ കിട്ടുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അവിടെ പഠിച്ചാൽ അവിടെ തന്നെ ജോലിയാണ്. നമ്മളെ മംഗൾയാൻ, ചന്ദ്രയാൻ പോലുള്ള സംഭവങ്ങളുണ്ടല്ലോ അല്ലെ. അപ്പോൾ അവിടെ ISR നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികൾ ISROയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ സാധ്യതകളാണ് ഇതിന്. അതായത് അവരുടെ ഒരു മിനിമം ഏജ് തന്നെ അവർ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്ലേസ്ഡ് ആവും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും 21ാമത്തെ വയസ്സിൽ തന്നെ അടിപൊളിയായിട്ട് നമ്മൾ സെറ്റിൽ ആവും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇപ്പൊ എടുക്കേണ്ട ഒരു ഡിസിഷൻ ആണ് അല്ലെ. കറക്റ്റ് സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, കറക്റ്റ് ഡിസിഷൻ എടുക്കുക. എന്നിട്ട് സാർ പറഞ്ഞ പോലെ നമ്മൾ എഫേർട്ട് എടുത്ത് പഠിക്കാം. അതിന് എല്ലാ സപ്പോർട്ട് തരാനും എൻറ്റയർ ഫ്യൂച്ചർ ടീം എന്താണ് അതിനു വേണ്ടിയിട്ട് സെറ്റാണ്. സോ ഞങ്ങൾ എന്താക്കാണ്, നിങ്ങളെ വെൽക്കം ചെയ്യുന്നു.
ഫ്യൂച്ചർ സ്കൂളിംഗ് പ്രോഗ്രാമിലേക്ക്. യെസ്.